8,900 കോടി രൂപയുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ ഡീപ്പ് വാട്ടർ മൾട്ടിപർപ്പസ് സീപോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. രാജ്ഭവനിൽ നിന്നും പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെത്തിയ പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം വിഴിഞ്ഞത്തെത്തി. വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന്റെ മഹാകവാടമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അനന്തപത്മനാഭന്റെ മണ്ണിലേക്ക് വന്നതിൽ സന്തോഷമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി മലയാളത്തിലാണ് പ്രസംഗം തുടങ്ങിയത്. രാജ്യത്തിന്റെ പണം ഇനി പുറത്തേക്ക് ഒഴുകില്ലെന്നും സ്ഥിരത നൽകാൻ ഇത് സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഇത്രയും വലിയ തുറമുഖം നിർമ്മിച്ച അദാനിയെയും അദ്ദേഹം പ്രശംസിച്ചു. ഗുജറാത്തിനേക്കാൾ വലിയ തുറമുഖമാണ് കേരളത്തിൽ അദാനി നിർമ്മിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. വിഴിഞ്ഞം അന്താരാഷ്ട്ര ഡീപ്പ് വാട്ടർ മൾട്ടിപർപ്പസ് തുറമുഖത്തെ നവയുഗ വികസനത്തിന്റെ പ്രതീകമെന്നാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. ഒരു വശത്ത് നിരവധി അവസരങ്ങളുള്ള ഒരു വലിയ കടൽ, മറുവശത്ത് പ്രകൃതിയുടെ സൗന്ദര്യം. അതിനിടയിൽ ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര ഡീപ്പ് വാട്ടർ മൾട്ടിപർപ്പസ് തുറമുഖമുണ്ട്. അത് നവയുഗ വികസനത്തിന്റെ പ്രതീകമാണ് എന്ന് ഉദ്ഘാടന വേളയിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ മുഖ്യമന്ത്രിയെയും ശശി തരൂരിനെയും പരാമർശിച്ച പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിക്ക് നേരെ ഒളിയമ്പെയ്തും സംസാരിച്ചു. ഇന്നത്തെ ഈ ചടങ്ങ് ഇന്ത്യ സഖ്യത്തിലെ പലരുടെയും ഉറക്കം കെടുത്തുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടുതൽ സ്വകാര്യ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നുവെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവന്റെ പ്രസംഗത്തെയും പ്രധാനമന്ത്രി പരാമർശിച്ചു. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയിൽ നിന്നും ഇത് കേട്ടതിൽ സന്തോഷമുണ്ടെന്നും മോദി പറഞ്ഞു. പൊന്നാനി, പുതിയാപ്പ ഹാർബറുകൾ ആധുനികവൽക്കരിക്കുന്നതിനുള്ള കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന് പുതുയുഗത്തിന്റെ പിറവിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്തിന് അഭിമാനകരമായ പദ്ധതിയാണെന്നും അദാനി ഗ്രൂപ്പിന് നന്ദിയെന്നും മുഖ്യമന്ത്രി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. പദ്ധതിക്കായി കേരളം ചെലവഴിച്ച കണക്കുകളും മുഖ്യമന്ത്രി വേദിയിൽ അവതരിപ്പിച്ചു. പ്രതിസന്ധികളിൽ തളരാതെ കേരളം മുന്നോട്ടു പോയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.